ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹോണ്ട എലവേറ്റിന്റെ ബേസ് ഓട്ടോമാറ്റിക് വേരിയന്റ് ആയിട്ടുള്ള VCVT വേരിയന്റ് ആണിത്. എലവേറ്റിന്റെ ബേസ് വേരിയന്റ് ആയിട്ട് വരുന്നത് SV വേരിയന്റ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വരുന്നില്ല. ഇപ്പോൾ നിങ്ങളൊരു എലവേറ്റ് ബേസ് വേരിയന്റ് നോക്കുന്നുണ്ടെങ്കിൽ മിനിമം ഈ വേരിയന്റ് എങ്കിലും കൺസിഡർ ചെയ്യണം. എലവേറ്റിന് ഇപ്പോൾ ഏകദേശം 2.25 ലക്ഷം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. അത് ടോട്ടൽ ബെനിഫിറ്റ് ആണ്. സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ട് 50,000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. അത് ഓരോ വേരിയന്റിനുകളും ഡിഫറെന്റ് ആയിട്ടാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. V വേരിയന്റിന് നമുക്ക് സ്ട്രേറ്റ് അവേ 40,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓഫറുകൾക്ക് ശേഷം ഈ വേരിയന്റ് എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ എല്ലാ വേരിയന്റുകളുടെയും ഓഫറുകൾക്ക് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഹോണ്ട എലവേറ്റിലെ ബേസ് വേരിയന്റ് ആയിട്ടുള്ള V വേരിയന്റ് ആണിത്. ഈ വേരിയന്റ് ഓൺവേർഡ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് CVT ഓട്ടോമാറ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ഇപ്പോൾ എല്ലാ വേരിയന്റുകളുടെയും എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആകെ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല, റൂഫ് റെയിൽസ് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ടോപ്പ് എൻഡുമായിട്ട് അല്ലെങ്കിൽ VX വേരിയന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള പ്രധാന മാറ്റം. മറ്റു കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ റീസെന്റ് നമ്മൾ ZX വേരിയന്റിന്റെ വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് വന്ന കുറച്ചധികം കമന്റുകളാണ് ഈ ഒരു വേരിയന്റിന്റെ വീഡിയോ ചാനലിൽ ഉൾപ്പെടുത്താനായിട്ട്. വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ക്രോം ബാർ എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഗ്രില്ലുകളാണ്. ആ ഗ്രില്ല് നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഈ വേരിയന്റ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് ഹോണ്ടയിൽ ലോഗോ കൊടുത്തിരിക്കുന്നു. വശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് ടോപ്പിൽ DRL കാണാം. അത് തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. താഴേക്ക് വന്ന 2 സ്ലോട്ട് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ടാണ് വരുന്നത്. താഴേക്ക് വരുമ്പോൾ ഫോഗ് ലൈറ്റ് വരുന്നില്ല. നമുക്ക് ഫോഗ് ലൈറ്റ് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ആ പോർഷൻ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഈ സ്കിഡ് പ്ലേറ്റിന്റെ പോർഷൻ നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. 220 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനവും നമ്മളുടെ എലവേറ്റ് ആണ്. ഇപ്പോൾ ഇതൊരു ബ്ലാക്ക് കളറാണ്. അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറും ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു ബേസ് വേരിയന്റ് ആണെന്ന് ഫീൽ ചെയ്യും. കാര്യം ഇതിനകത്ത് അലോയ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ ഇതിന്റെ ടയർസ് നോക്കുകയാണെങ്കിൽ 215/60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഒരു അലോയ്സിന്റെ ലുക്കുള്ള ഒരു വീൽ കപ്പുകൾ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഇപ്പോൾ VX വേരിയന്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് 17 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ലഭിക്കുക. ബ്ലാക്ക് ക്ലാഡിങ് നമുക്ക് വാഹനത്തിന് ചുറ്റുപുറം പോകുന്നത് കാണാം. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. കീലെസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഫീച്ചർ നമുക്ക് ഈ ഒരു വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ റിക്വസ്റ്റ് സെൻസർ കാണാം. നമുക്കൊരു വിൻഡോ ക്രോം ഈ വേരിയന്റിൽ വരുന്നുണ്ട്. നമ്മുടെ B പില്ലറും C പില്ലറും എല്ലാം നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, B പില്ലർ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലും C പില്ലറിന്റെ പോർഷൻസ് നമുക്ക് ബോഡി കളറിൽ തന്നെയാണ് വരുന്നത്. റൂഫ് റെയിൽസ് ഇതിനകത്ത് വരുന്നില്ല. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കാണാം. റൂഫ് റെയിൽസും സൺ റൂഫും ഈ വേരിയന്റിൽ ശരിക്കും മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയന്റുകളിലും സിമിലർ ലുക്കാണ്. ഈ വേരിയന്റ് മറ്റ് വേരിയന്റായിട്ട് വരുന്ന ഒരേ ഒരു മാറ്റം ബാക്കിൽ വൈപ്പർ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. മറ്റെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇതിന് സ്പോയിലർ കാര്യമൊന്നും തന്നെ വരുന്നില്ല. നമുക്കൊരു സ്പോയിലർ ആക്സസറൈഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് വേണ്ടി സ്പോട്ടി ലുക്കിംഗ് ആകും. ഹൈ മൗണ്ടർ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. D4 ഉള്ള ഗ്ലാസ്സുകളാണ്, വൈപ്പർ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിലെ ടൈൽ ലൈറ്റ് കണക്റ്റഡ് ടൈൽ ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ സെൻട്രൽ പോർഷൻസിൽ ലൈറ്റിനൊന്നുമില്ല, ജസ്റ്റ് റിഫ്ലക്ടേഴ്സ് മാത്രമാണ്. ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എലവേറ്ററിന്റെ ബാഡ്ജിംഗ് ആണ് IVTEC. വേരിയന്റ് ബാഡ്ജിംഗ് ഒന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബാക്കിൽ നമുക്ക് സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റിന്റെ പോർഷൻ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് വരുന്നത്. 458 ലിറ്റർ ആണ് ബൂട്ടിന്റെ കപ്പാസിറ്റി. പാഴ്സൽ ട്രേ വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കാണാം. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് സംഭവങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. സ്പെയർ വീല് ഈ ഒരു ബേസ് വേരിയന്റ് വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിപ്പമുള്ള വലിയ ബൂട്ടുകളാണ് വരുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷാണ് ഇന്റീരിയറിൽ കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഡ്യുവൽ ടോൺ ഫിനിഷ് കാണാം. ഇവിടെ എല്ലാം ഒരു ലെതറിറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സ്റ്റിച്ചിങ് കാര്യങ്ങൾ കാണാം. 4 ഡോർ പവർ വിൻഡോയുടെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലേക്ക് വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള കീ ആണ് ഈ ഒരു വേരിയന്റ് ഓൺവേർഡ്സ് കൊടുത്തിരിക്കുന്നത്.
സീറ്റിലേക്ക് വന്നാൽ ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ലെതർ ഫിനിഷ് ഒന്നും തന്നെ വരുന്നില്ല. മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇത് CVT ഓട്ടോമാറ്റിക് ആണ്. ഒരു എന്താ പറയുക, ഡെഡിക്കേറ്റഡ് ഉള്ള ഡെഡ് പെഡൽ കാണാം. പിന്നെ നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഈ സെൻറ്റർ പോർഷൻസിലെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആ ഒരു വൈറ്റ് സ്റ്റിച്ചിങ് കാര്യങ്ങളും കാണാം. ഇവിടെ കോർണർ ചെയ്താണ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എലവേറ്റ് V വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങളെല്ലാം V ആൻഡ് VX ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രധാന മാറ്റം വരുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴാണ്. ക്രൂസ് കൺട്രോളുള്ള ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നമുക്കൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം ടോപ്പിലൊരു ബ്ലാക്ക് ഫിനിഷ്, അതിന് താഴെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇവിടെ സെൻറ്ററിലെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ റൗണ്ടഡ് സ്റ്റിയറിംഗ് വീലാണ്. ലെതർ റാപ്ഡ് എന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് ആണ്. ഇടതുവശത്ത് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് CVT ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പറൊന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്കൊരു ഹാഫ് ഡിജിറ്റൽ ആൻഡ് ഹാഫ് അനലോഗ് ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ്. സ്പീഡോമീറ്റർ നമുക്ക് അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് ഒരു ഡിസ്പ്ലേ കാണാം. അതിനകത്ത് സ്പീഡ് അറിയാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, അങ്ങനത്തെ മറ്റ് ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ ഈ കൺട്രോൾസ് ഉപയോഗിച്ച് നമുക്ക് അതിനകത്ത് എല്ലാം ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും. ഡിസ്പ്ലേ കസ്റ്റമൈസ് ചെയ്യാൻ, അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. അത് എല്ലാ വേരിയൻറ്റുകളിലും കോമൺ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള സ്ക്രീൻ തന്നെയാണ് വരുന്നത്. അതിനകത്ത് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയേർഡാണ്. വയർലെസ്സിൻ്റെ ഓപ്ഷൻ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ അമേസിലൊക്കെ കാണുന്ന സെയിം സ്ക്രീൻ തന്നെയാണ്. അതിൻ്റെ കുറച്ച് ഫിസിക്കൽ ബട്ടണുകൾ വശത്തായിട്ട് കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുക്ക് ഇവിടെ ഹസാർഡ് ലൈറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു ഡിസ്പ്ലേ കാണാൻ ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫിസിക്കൽ കൺട്രോൾസ് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ചാർജിങ് പോർട്ടും ഒരു USB നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാണാനായിട്ട് പറ്റും. വയർലെസ് ചാർജിങ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. നമ്മളുടെ ഗിയർ ലിവർ കൊടുത്തിരിക്കും. അതിൻ്റെ ലെതർ റാപ്പിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. സെൻറ്റർ ആംബസ്റ്റ് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. സ്ലൈഡിങ് ഓപ്ഷൻ കാര്യങ്ങളൊന്നുമില്ല. അകത്ത് ഒരു സ്റ്റോറേജ് സ്പേസും കാണാനായിട്ട് പറ്റും. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവേഴ്സുകൾ സൺവൈസസ് വിത്ത് മിറർ ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിറർ വരുന്നുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഡ്രൈവർ സൈഡിലും ഗ്രാബ് ഹാൻഡിൽ ഹോണ്ടയിൽ കാണാനായിട്ട് പറ്റും. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ലൈറ്റ് ഫീച്ചറൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഫീച്ചേഴ്സ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫാൻസി ഫീച്ചേഴ്സ് പോലെയുള്ള സംഭവങ്ങളൊന്നും തന്നെ, ഈവൻ സൺറൂഫ് അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് ഒരു 70 ഡിഗ്രിയിൽ തുറക്കാനായിട്ട് പറ്റും. ബാക്കിലെ ഡോർ പാഡിൽ നമുക്ക് ആ ലെതറിൽ ഫിനിഷ് കാണാം. പവർ വിൻഡോൻ്റെ കൺട്രോൾ ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്. താഴെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സീറ്റിൽ 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. സീറ്റ് 60-40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സെൻറ്റർ ആംറസ്റ്റ് കാര്യങ്ങളും തന്നെ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാം. കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. 3 പേർക്കൊക്കെ സീറ്റിൽ സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ചെറിയൊരു സെൻറ്റർ ടണൽ വരുന്നുണ്ട്. ഒത്തിരി ഹൈറ്റ് ഇല്ലാത്തൊരു സെൻറ്റർ ടണലാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം. ഇപ്പോൾ ഈ സെഗ്മെന്റിലെ വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമി ആയിട്ടുള്ള ഒരു ഇന്റീരിയറിന് ഈ വാഹനത്തിനെ വിളിക്കാം. സെൻട്രൽ ആയിട്ടാണ് നമുക്ക് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജൻ ആയിട്ടാണ് വരുന്നത്. ബാക്കിലേക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ 2 വശത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എലവേറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ജാപ്പനീസ് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. ഭാരത് എൻക്യാപ്പോ സംഭവങ്ങളൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അഡാസ് ലെവൽ 2 ലൈൻ വാച്ച് ക്യാമറ പോലെയുള്ള ഫീച്ചേഴ്സ്
വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ടോപ്പ് എൻഡിൻ്റെ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്താം. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് പോയാൽ ഒരൊറ്റ എഞ്ചിനും അതിൻ്റെ മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് ഓപ്ഷനോട് കൂടി മാത്രമാണ് എലവേറ്റ് കൊടുത്തിരിക്കുന്നത്. അതൊരു 1.5 IV-Tech പെട്രോൾ എഞ്ചിനാണ്. ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള വളരെ റിഫൈൻഡ് ആയിട്ടുള്ള സൈലൻ്റ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് പറയാം. 120 HP ആണ് പവർ, 145 Nm ടോർക്കുമാണ്. ഡീസൻറ്റ് ഇനഫ് ആയിട്ടുള്ള പവർ തരുന്ന ഒരു പെട്രോൾ എഞ്ചിൻ വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് CVT എന്നാണ് പറയുന്നത്. പക്ഷേ CVT ഗിയർ ബോക്സ് എന്നാണ് പറയാറ്. അത് 7 സ്പീഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൈലേജ് കമ്പനി പറയുന്നത് 17 km/L ഒക്കെയാണ് CVTക്ക്. റിയൽ ലൈഫിൽ ഒരു 13-നും 15-നും ഇടയ്ക്കൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കിനും മാനുവലിനും എക്സ്പെക്റ്റ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ, പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ എലവേറ്റിന് ഏകദേശം 2.25 ലക്ഷം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. അത് ഓഫർ ഓരോ വേരിയൻറ്റുകൾക്കും ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഈ V വേരിയൻറ്റിലേക്ക് വന്നാൽ ഇതിന് സ്ട്രൈറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് 40,000 രൂപ ലഭിക്കുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് 25,000 രൂപ, കോർപ്പറേറ്റ് ഓഫർ 15,000 രൂപ. പിന്നെ എല്ലാ വേരിയൻറ്റുകളിലും 360 ക്യാമറയും ആംബിയൻ ലൈറ്റിങ്ങും ഫ്രീ ആയിട്ടും ലഭിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്യാഷ് ഡിസ്കൗണ്ട് 50,000, എക്സ്ചേഞ്ച് ബോണസ് 50,000 ലഭിക്കുന്നുണ്ട്. പിന്നെ ലോയൽറ്റി എന്ന് പറഞ്ഞ് 29,000 രൂപ ലഭിക്കുന്നുണ്ട്. ഈ ലോയൽറ്റി ബോണസ് എല്ലാം നമുക്ക് എല്ലാ വേരിയൻറ്റുകളിലും സിമിലർ ആയിട്ടാണ് ലഭിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ജസ്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട് മാത്രം കുറച്ചിട്ടുള്ള പ്രൈസാണ്. ഇതിനകത്ത് അഡീഷണലി നിങ്ങൾക്ക് എക്സ്ചേഞ്ചും ലോയൽറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രൈസ് വീണ്ടും കുറവ് ലഭിക്കും. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. റെഗുലർ വ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇനി പ്രൈസിലേക്ക് വരാം. V വേരിയൻറ്റ്, നിങ്ങൾ ഈ കാണുന്ന V മാനുവൽ വേരിയൻ്റ് ആണെങ്കിൽ 12,61 ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 14,42,000 രൂപ. ഇതിൻ്റെ CVT ഓട്ടോമാറ്റിക് നിങ്ങൾ ഈ കാണുന്ന വാഹനം 13,22 ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 15,82,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 15,82 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെൻറ്റിൽ കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് തന്നെയാണ്. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാര ആണെങ്കിലും ഹൈ റൈഡർ ആണെങ്കിലും പിന്നെ അങ്ങനെ സെഗ്മെൻറ്റിൽ വരുന്ന ഏത് വാഹനമാണെങ്കിലും ഓട്ടോമാറ്റിക് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് വരുന്നുണ്ട്. ഇനി CRAയുടെ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സെൽട്ടോസ് ക്രെറ്റയുടെയൊക്കെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇതിനും പ്രൈസ് കൂടുതലായിട്ടാണ് വരുന്നത്. ഇനി അടുത്ത വേരിയൻറ്റ് വരുന്നത് VX വേരിയൻ്റ് ആണ്. എലവേറ്റിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് വിളിക്കാവുന്ന VX വേരിയൻ്റ് ആണ്. ഈ വേരിയൻറ്റിനേക്കാളും 2 ലക്ഷം രൂപയാണ് ആ വാഹനത്തിന് കൂടുതൽ വരുന്നത്. അതായത് VX മാനുവൽ ആണെങ്കിൽ 16,44, VX CVT ഓട്ടോമാറ്റിക് ആണെങ്കിൽ 17,83 പ്രൈസ് വരുന്നത്. അതായത് 15,82 ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ മറ്റേ VXലേക്ക് വരുമ്പോൾ 17,83 പ്രൈസ് വരുന്നത്. ആ വാഹനത്തിലേക്ക് വന്നാൽ അഡീഷണലി കിട്ടുന്നത് ഇപ്പോൾ എക്സ്റ്റീരിയറിൽ നമുക്ക് ഒരു സൺറൂഫ് വരുന്നുണ്ട്, ഫ്രണ്ടിൽ ഫോഗ് ലൈറ്റ് വരുന്നുണ്ട്, 17 ഇഞ്ച് അലോയ് വീൽസ് ലഭിക്കുന്നുണ്ട്. അതാണ് പ്രധാന മാറ്റം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്കൊരു വയർലെസ് ചാർജിങ് പാഡ് ലഭിക്കും, ക്രൂസ് കൺട്രോൾ ലഭിക്കും. മറ്റെല്ലാ ലുക്കും ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ബേസ് വേരിയൻറ്റ് മതി, അതിനകത്തൊരു CVT ഓട്ടോമാറ്റിക്കാണ് വേണ്ടത്, ആ ഒരു കൺവീനിയൻ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഒരു എക്സ്റ്റീരിയറിന് ഇപ്പോൾ അലോയ്സൊക്കെ ആക്സസറീഡ് ചെയ്യാൻ പ്ലാനുള്ള ഒരാളാണെങ്കിൽ ഈ വേരിയൻറ്റ് മോർ ദാൻ ഇനഫാണ്. അതല്ല ടോപ്പ് എൻഡിൻ്റെ ഒരു ലുക്ക് വേണം, ആ ഒരു 17 ഇഞ്ച് അലോയ്സൊക്കെ വേണമെങ്കിൽ മാത്രം VX വേരിയൻറ്റിലേക്ക് പോവാം. ഇനി VX വേരിയൻറ്റ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ZX വേരിയൻ്റ് ആണ്. അപ്പോൾ VX നോക്കുന്നവർ കുറച്ചും കൂടിയും ബഡ്ജറ്റ്, അതായത് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയൊക്കെ കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ZX വേരിയൻറ്റ് കിട്ടും. കാര്യം ZX മാനുവലിന് 18,23, ZX CVT ഓട്ടോമാറ്റിക്കിന് 19,67 പ്രൈസ് വരുന്നത്. അതായത് എല്ലാ ഓഫറും അതിൻ്റെ കൂടെ നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ ഒരു 18.5 ലക്ഷം രൂപയ്ക്കൊക്കെ ഓൺ റോഡ് ലഭിക്കും. ഈവൻ ഓഫർ ഇല്ലെങ്കിൽ കൂടെയും ഇതിൻ്റെ ZX മാനുവൽ വേരിയൻ്റ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഒക്കെ പക്ക വെർത്തായിട്ടുള്ളൊരു വേരിയൻ്റാണ്. കാര്യം അഡാസ് ലെവൽ 2 ലഭിക്കുന്നുണ്ട്, പിന്നെ അത്യാവശ്യം വേണ്ട പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം ലഭിക്കുന്നുണ്ട്. 19,67 1.5 പെട്രോൾ എഞ്ചിൻ വരുന്ന ഇത്രയും പവറുള്ള ഇത്ര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനം കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനം തന്നെയാണ്. ഇനി എലവേറ്റിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ വരും എന്ന് കേൾക്കുന്നുണ്ട്. വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് വരും എന്ന കാര്യമൊന്നും ഒഫീഷ്യലി ഹോണ്ട പുറത്ത് വിട്ടിട്ടില്ല. അതുപോലെ തന്നെ എലവേറ്റിന് മാത്രമല്ല അമേസൺ ഓഫറുണ്ട്, 65,000 രൂപ വരെ ഓഫറുണ്ട്. പുതിയ ഹോണ്ട സിറ്റിക്ക് എക്സ്ചേഞ്ച് ബോണസ് വന്നിട്ടുണ്ട്. നിങ്ങളൊരു ഹോണ്ട യൂസറാണ് എങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ വരെ എക്സ്ചേഞ്ച് പുതിയ ഹോണ്ട സിറ്റിക്കും, പ്രീ ഫേസ് ലിഫ്റ്റഡ് ഹോണ്ട സിറ്റിക്ക് ഏകദേശം 1 ലക്ഷം രൂപ വരെ ഓഫറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. എലവേറ്റ് എന്നല്ല, ഹോണ്ടയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.